നമസ്കാരം. ഞാനിവിടെ പറയാൻ പോണത് പുളി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് ആദ്യം നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം 2 ഇഞ്ചിന് മുകളിൽ വെള്ളം ഇട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഉമുത്തി വെച്ചതിന് ശേഷം നമ്മളത് കുക്കറിലിട്ട് വേവിച്ചതിന് മിക്സിയിൽ ഇട്ട് അരച്ചിട്ട് അത് പാത്രത്തിൽ ഏതിലാണോ നിങ്ങൾ വെക്കണത് അതിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ നമ്മൾ കുറുകിയിട്ട് അങ്ങനെ അത് നന്നായിട്ട് നമ്മൾ ഈ ചക്ക വരട്ടി ഉണ്ടാക്കണ പോലെ തന്നെ അത് വരട്ടിയതിന് ശേഷം അത് വെള്ളം കുറച്ചായിട്ട് യൂസ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അത് വെള്ളം നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളം പുറത്തേക്ക് ഒരുപാട് തെറിച്ച് അത് പുറത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ കുറച്ച് വലിയ പാത്രം വെച്ചതിന് ശേഷം അത് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ കുറുകിയതിന് ശേഷം മാത്രം അത് ഇത് അങ്ങനെ ചെയ്യുക. ഇതിൽ നമ്മൾ സാമ്പാർ, രസം നിങ്ങൾ ഏതൊക്കെയാണോ യൂസ് ചെയ്യണത്, പുളി നിങ്ങൾ ഏതിലൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ ഒരു ഏകദേശം ഒരു വർഷത്തിന് വരയ്ക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പുറത്തേക്ക് എങ്ങാനും കൊടുത്തേക്കണവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ആരെങ്കിലും ഇങ്ങനെ ഹോസ്റ്റലിൽ അങ്ങനെ തനിയെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇത് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇതെപ്പോഴും നമ്മൾ അത് വെള്ളത്തിലിട്ട് അത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണ സമയത്ത് അത് എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രിഡ്ജിൽ പക്ഷേ സ്റ്റോർ ചെയ്യണം. ഇതിങ്ങനെ നമ്മളിങ്ങനെ കുറുകിയതിന് ശേഷം അത് കുറച്ച് അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ചക്കവരട്ടിയുടെ രൂപത്തിൽ ഇങ്ങനെ ഈ തള ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെ ഇതായതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ നമ്മൾ ചേർക്കണം. അത് കുറച്ച് ഒരുപാട് എണ്ണ വേണ്ട നമുക്കിതിൽ. പക്ഷേ അതിന് ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ പുളി എടുക്കുന്നത് അതുപോലെ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 1 സ്പൂണാണ്. ആ 1 സ്പൂണിൽ നമ്മൾ അത് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തതിന് ശേഷം അത് കുറച്ച് നമ്മൾ പളപളാന്നിങ്ങനെ മിന്നുന്ന കാണില്ലേ, ആ ഒരു ടെക്സ്ചർ, ആ ഒരു എണ്ണ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്ചർ നമ്മളിങ്ങനെ ആ ഒരു മിനിച്ചായിട്ട് കാണില്ലേ, അതേപോലെ നമ്മളതിന് ഇങ്ങനെ കാണുന്നതിന് ശേഷം നമ്മൾ അതിന് എണ്ണ അതിന് ഒന്ന് എന്താ പറയുക, അതിനെ നന്നായിട്ട് കുറുകിയതിന് ശേഷം അതിങ്ങനെ നന്നായിട്ട് ഒരുപാട് ഗ്യാസ് നമ്മൾ ഫുള്ളായിട്ട് വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഫസ്റ്റിന്ന് തന്നെ. അതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ചൊരു മഞ്ഞപ്പൊടി, ഒരുപാട് മഞ്ഞപ്പൊടി ഇടില്ല, ഒരു തുള്ളി മഞ്ഞപ്പൊടി. നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന മഞ്ഞപ്പൊടിയാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കണതാണ്. അത് റെഡ് ബെയർ പൊടി ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഞാൻ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, ഒരുപാട് മഞ്ഞപ്പൊടി ഇടരുത്, കുറച്ച് മഞ്ഞപ്പൊടി, അതിന് വേണ്ടത് മാത്രം കുറച്ച് മാത്രം ഇട്ടിട്ട് കുറച്ച് അതൊന്നൊന്ന് ആയതിന് ശേഷം ഇത്തിരി കല്ലുപ്പ്, ആ കല്ലുപ്പ് കുറച്ചൊന്ന് ഇടണം. നമ്മൾ അതിന് ഫുള്ളായിട്ട് ഉപ്പിടില്ല, കുറച്ച് അത് കേട് വരാതിരിക്കാൻ മാത്രമായിട്ടുള്ള കുറച്ച് കല്ലുപ്പ് ഇട്ടതിന് ശേഷം അത് കുറച്ച് അതൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുക. റെഡ് ബെയർ ഗ്രൂപ്പ്, ഞങ്ങൾക്ക് റെഡ് ബെയർ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ വന്നിട്ട് ഞാനിതിൻ്റെ താഴെ കൊടുക്കാം. വാട്സപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പിൽ കോൾ മാത്രം ചെയ്യരുത്. വാട്സപ്പിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് ഓർഡർ തരുന്നതനുസരിച്ചിട്ട് ഞങ്ങൾ അപ്പം ഉണ്ടാക്കിയിട്ട് ഞങ്ങളത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ആ നമ്പർ ഞാനിതിൽ കൊടുക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ. അങ്ങനെ ഇതിപ്പോൾ നിങ്ങൾ നോക്കിയില്ലേ, ഇപ്പോൾ അല്ലാതെ ഇതിന് ഇങ്ങനെ വഴറ്റിയിട്ട് ഒരുപാട് അങ്ങോട്ട് ഇതാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ പുറത്ത് ആരെങ്കിലും ഉണ്ട്, നാട്ടിൽ നിന്ന് പുറത്തൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അവിടെയൊക്കെ പുളിക്ക് നല്ല വില ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി നമ്മളത് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ ഏത് കുട്ടികൾക്കായാലും അത് കുട്ടികൾക്കായാലും ആർക്കായാലും അതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഇതനുസരിച്ച്, ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് അത് അയച്ചു തരുന്നതായിരിക്കും.
അതേപോലെ നമുക്കിവിടെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ ഇതാകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ പറയണ പോലെ അത് വാട്സപ്പിൽ മാത്രം ചെയ്താൽ മതി, കോൾ മാത്രം ചെയ്യരുത്. അത് നമ്മളത് മാറ്റിയെടുത്ത് വെച്ചതിന് ശേഷം അത് ഫ്രിഡ്ജിൽ നമ്മൾ അത് ആറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത് വയ്ക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തയക്കണവർക്കാണെങ്കിൽ നല്ലതായിട്ട് ഡബിൾ പാക്ക് ചെയ്തതിന് ശേഷം അവർക്ക് അയക്കാവുന്നതാണ്, ആർക്കായാലും ശരി. അത് നന്നായിട്ട് ഡബിൾ പാക്ക് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മൾ ഉണ്ടാവും അതിൽ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കുക. കഴിഞ്ഞതിന് ശേഷം നമുക്ക് കമൻറ്റിൽ